ഹലോ എവരിവൺ, എൻ്റെ യൂട്യൂബ് ചാനലായ ഡ്രൈവിംഗ് സ്കില്ലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോഷുവ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മികച്ചൊരു വാഹനം തന്നെയാണ്. കാര്യം ഈ വാഹനത്തിൻ്റെ റിവ്യൂസ് മലയാളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റിവ്യൂ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ വോൾവോയുടെ BR 94000 എന്ന് പറയുന്ന വാഹനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വാഹനം എങ്ങനെയുണ്ട്, വാഹനത്തിൻ്റെ സവിശേഷത. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ ഈ വാഹനമാണ്. നമ്മൾ വന്നിരിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തേക്കാണ്. വാഹനത്തിൻ്റെ മുൻവശത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ വാഹനത്തിൻ്റെ ഒരു വലിപ്പവും ഈ വാഹനത്തിൻ്റെ ഒരു തലയെടുപ്പും അറിയണമെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഒരു ട്രക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ ട്രക്കും ഈ വാഹനവും തമ്മിലുള്ള വലിപ്പ വ്യത്യാസമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് തമ്മിൽ നല്ല വലിപ്പവും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ രണ്ടിരട്ടി വലിപ്പമുണ്ട് ഈ വാഹനത്തിന്. നമ്മളിന്ന് വന്നിരിക്കുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്കാണ്. വോൾവോ 9400 എന്ന് പറയുന്ന മോഡലിൻ്റെ ഫ്രണ്ട് വശത്തിൽ പറയുമ്പോൾ വോൾവോയുടെ വാഹനങ്ങൾക്ക് ഒരിക്കലും ഒരു തലയെടുപ്പിൻ്റെ ആവശ്യമില്ല. അത്ര മികച്ചൊരു തലയെടുപ്പാണ്. കാര്യം ഇതൊരു ബസ്സാണ്, അതോടൊപ്പം തന്നെ മൾട്ടി ആക്സിൽ വെഹിക്കിളാണ്. ഈ ബസ്സിൻ്റെ ഫ്രണ്ട് കാണാൻ തന്നെ നല്ല ഡിസൈനിലാണ് വോൾവോ ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലെ ഹെഡ്ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. ഒരു പോയിന്റിലേക്ക് മാത്രമേ ഈ വാഹനത്തിൻ്റെ പ്രകാശം അടിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സെൻറ്ററിലേക്ക് വരുമ്പം സെൻറ്ററിൽ തന്നെ വോൾവോയുടെ ഏറ്റവും മികച്ചൊരു ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന വിസിബിലിറ്റിയുള്ള ഗ്ലാസ്സുകളാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. നല്ല വിസിബിലിറ്റിയുള്ള ഗ്ലാസ്സുകളാണ്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് സവിശേഷത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി മികച്ചൊരു വിസിബിലിറ്റിയും ഡ്രൈവർക്ക് അവിടെ നിന്ന് വാഹനം ഓടിക്കുമ്പോൾ നല്ല മികച്ചൊരു വിസിബിലിറ്റിയൊക്കെ നൽകുന്ന ഒരു ഡോറാണ് ഈ വാഹനത്തിന് നൽകുന്നത്. അത് നല്ല വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് വാഹനത്തെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, വാഹനത്തിന് എല്ലാവരും മനസ്സിലാക്കിയത് കൂടുതൽ ധാരാളം ലഗേജ് സ്പേസ് ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ ലഗേജ് സ്പേസ് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ലഗേജ് സ്പേസ് പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഈ വാഹനത്തിൻ്റെ ലഗേജ് സ്പേസ് എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വന്നിരിക്കുന്ന വാഹനത്തിൻ്റെ ലഗേജ് സ്പേസിലാണ്. ഇവിടെ എൻ്റെ ഒരു നിഗമനത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 ബൈക്കുകൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വാഹനത്തിന് അടിവശത്തായിട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അടിവശത്തായിട്ട് വേറൊരു ഫോൾട്ടായിട്ട് നമുക്ക് തോന്നിയത് വാഹനത്തിൻ്റെ എല്ലാത്തരം ഇലക്ട്രിക്കൽ സെക്ഷനും ഇതിൻ്റെ അടിവശത്തോടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ബൈക്കുകൾ വെച്ച് പോകുമ്പോൾ ഷോർട്ടാകുന്ന അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സൈഡ് കണ്ടാൽ തന്നെ നല്ലൊരു ഗാംഭീര്യമാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 15 മീറ്റർ നീളമാണ് വാഹനത്തിന് വരുന്നത്. അതായത് 49 അടിയായിരിക്കും ബസ്സിൻ്റെ നീളം. അത് തന്നെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്ര വലിയൊരു വാഹനമാണ്. ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന വാഹനത്തിൻ്റെ പിൻവശത്തേക്കാണ്. പിൻവശത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മുൻവശത്തെ കൂട്ട് തന്നെ വാഹനത്തിന് നല്ല തലയെടുപ്പാണ് പിൻവശം കാണാൻ തന്നെ. പിൻവശത്ത് വോൾവോയുടെ ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിൻ വാഹനത്തിൻ്റെ പിന്നിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എൻജിൻ എങ്ങനെയുണ്ട്, എൻജിൻ ഘടിപ്പിച്ചേക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ. ഏകദേശം 10800 cc എൻജിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ ഫുൾ AC വാഹനമായതുകൊണ്ട് എക്സ്ട്രാ ഒരു എൻജിൻ കൂടി ഈ വാഹനത്തിൽ നൽകിയിട്ടില്ല. അതിന് പകരമായിട്ട് AC വേണ്ടി മാത്രമായിട്ടൊരു കംപ്രസർ നൽകിയിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് എന്ന് പറയുന്നത്. ഈ എൻജിൻ സൈഡ് ബാക്കിലിരിക്കുന്നത് കൊണ്ട് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഹുങ്കാര സൗണ്ടുകളോ അല്ലെങ്കിൽ അതിഭയങ്കരമായ വൈബ്രേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ എൻജിൻ കടന്നു വന്നിരിക്കുന്ന വോൾവോയുടെ സ്റ്റിയറിംഗ് വീലിലേക്കാണ്. സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ബസ്സുകളിനെ കൂട്ട് അങ്ങനെ കട്ടിയൊന്നുമില്ല. വളരെ സ്മൂത്താണ് സ്റ്റിയറിംഗ് വീലിൽ തന്നെ പിടിക്കാൻ. അതോടൊപ്പം അതിൻ്റെ അടിയിൽ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളും എല്ലാം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈപ്പേഴ്സിൻ്റെ സ്വിച്ചുകളെല്ലാം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലോട്ട് വരുമ്പോൾ തന്നെ മീറ്റർ കൺസോളിൽ തന്നെ വാഹനത്തിൻ്റെ വേഗത, അതോടൊപ്പം തന്നെ എയർ ബ്രേക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഈ മീറ്റർ കൺസോളിൽ തന്നെ നൽകിയിട്ടുണ്ട്.
ആ മീറ്റർ കൺസോൾ കാണാൻ തന്നെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ പാർക്ക് ബ്രേക്ക്, അതായത് ഹാൻഡ് ബ്രേക്ക് ഈ സൈഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാം ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്, അതോടൊപ്പം തന്നെ ലൈറ്റിൻ്റെ ലാംപ്സിൻ്റെ എല്ലാം സ്വിച്ച് തന്നെ ഈ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ ഗിയർ ലെവലിലേക്ക് വരുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഈ വാഹനത്തിൽ വരുന്നില്ല. റിവേഴ്സ്, ന്യൂട്രൽ, ഓട്ടോമാറ്റിക്, മാനുവൽ അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ്. അതും നല്ല സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സവിശേഷത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നല്ല എളുപ്പത്തിൽ തന്നെ വാഹനത്തിൻ്റെ പിൻവശം കാണാവുന്ന മിറർ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ആ മിറർ വാഹനത്തിൻ്റെ ഒരു മികവായിട്ട് തന്നെ പറയാം. എൻ്റെ ടോട്ടലി ഈ വാഹനത്തെ പറ്റി പറയുമ്പോൾ വോൾവോയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നാണ് വോൾവോയുടെ ഈ ബസ്. അപ്പോൾ നമ്മളിപ്പം വോൾവോയുടെ ഇൻറ്റീരിയറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിനെ സംബന്ധിച്ച് കാണാൻ മനോഹരമായ രീതിയിൽ തന്നെയാണ് വോൾവോയുടെ ഇൻറ്റീരിയർ. നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഇത്ര വലുപ്പമൊന്നും ഫീൽ ചെയ്യില്ല. പുറത്ത് കാണുന്ന വലുപ്പമൊന്നും ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. അതോടൊപ്പം തന്നെ 45 സീറ്റ് ബസ്സാണ്. അതോടൊപ്പം തന്നെ എല്ലാ സീറ്റുകളും പുഷ് ബാക്കാണ്. അതോടൊപ്പം തന്നെ നമുക്ക് യാത്രാസുഖം, അതായത് ഒരു മടുപ്പൊന്നും തോന്നിയിരിക്കാതിരിക്കാൻ വലിയ ഗ്ലാസസ് ആണ് വോൾവോ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതുകൂട്ട് വലിയ ഗ്ലാസസ് ആണ്. അപ്പോൾ നമുക്ക് യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു മടുപ്പ് വരത്തില്ല. ഇപ്പോൾ നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വോൾവോയുടെ മൾട്ടി ആക്സൽ ഐ-ഷിഫ്റ്റ് ബസ്സാണ്. വാഹനത്തെ പറ്റി പറയാനുള്ള മികച്ചൊരു വാഹനമാണ്. നല്ലൊരു പവറാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ നൽകുന്നത്. ഈ വാഹനത്തിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 1800 cc എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ 410 പവറാണ്, ഹോഴ്സ് പവറാണ് വാഹനത്തിൽ വരുന്നത്. മികച്ചൊരു വാഹനമെന്ന് തന്നെ പറയാം. ചില വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കും വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് ഈ വാഹനം എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പവറുള്ള വാഹനം ഓടിക്കുന്നത്. മികച്ചൊരു വാഹനമായിട്ട് തന്നെ ഈ വാഹനത്തെ നമുക്ക് കണക്കാക്കാം. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ധാരാളം 50 അടി, ഏകദേശം 50 അടിയോളം നീളമുള്ള വാഹനമാണ്. അപ്പോൾ ഇത്രയും നീളമാകുമ്പോൾ നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ധാരാളം ശ്രദ്ധിക്കണം. കാര്യം വാഹനം ഇത്രയും ലെങ്തുള്ള വാഹനമായിട്ട് ഓവർടേക്കിങ്ങുകൾ ധാരാളം ശ്രദ്ധിക്കണം. വോൾവോയിൽ തന്നെ ഒരു മികച്ചൊരു വാഹനമാണ് ഇത്. വോൾവോയുടെ ഐ-ഷിഫ്റ്റ് എന്ന് പറയുന്നത് മികച്ചൊരു വാഹനമായിട്ട് തന്നെ ഈ വാഹനത്തെ നമുക്ക് കണക്കാക്കാം. അതോടൊപ്പം തന്നെ സ്കാനിയയുടെ എഞ്ചിനുകളൊക്കെ വന്നപ്പോഴും വോൾവോയ്ക്ക് ചെറിയൊരു കോട്ടം സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്കിലും മികച്ചൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഈ വാഹനത്തെ കണക്കാക്കാം. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ മികച്ച സസ്പെൻഷനാണ് ഈ വാഹനം നൽകുന്നത്. നമ്മൾ ഇതിനകത്തിരിക്കുമ്പം വലിയ അടിപ്പോ അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ പാർട്സിൽ നിന്നുള്ള വൈബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നില്ല. മികച്ച ഒരു വാഹനമായിട്ട് തന്നെ ഈ വോൾവോയുടെ ഈ വാഹനത്തെ നമുക്ക് കണക്കാക്കാം. എല്ലാ രീതിയിലും ഇപ്പം നമുക്ക് ഡ്രൈവർക്കായാലും ആയാസരഹിതമായിട്ട് തന്നെ ഈ വാഹനം ഓടിക്കാം. പിന്നെ ഈ വോൾവോയിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം, വാഹനത്തിന് ഇപ്പോൾ വരുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 12 ഗിയർ ഷിഫ്റ്റിംഗ് ഉള്ള ഗിയർ ബോക്സ് ആണ്. വാഹനത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലും നമ്മൾ അറിയുന്നില്ല. എങ്കിലും വാഹനം ഒരു പവർ എടുത്ത് നമ്മളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നല്ല ആയാസമായിട്ടാണ് പോകുന്നത്. അത് മനോഹരമായ രീതിയിൽ തന്നെ വോൾവോ ഈ വാഹനത്തെ നൽകിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും വോൾവോയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളായിട്ട് നമുക്ക് ഈ വാഹനത്തെ കണക്കാക്കാം. ഇപ്പോൾ നമുക്കിന്ന് ഈ വാഹനമായിട്ട് ചെന്നൈ വരെ പോകേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ഏകദേശം 350 ലിറ്റർ ഡീസലാണ് ഈ വാഹനത്തിൽ അടിച്ചിരിക്കുന്നത്. ഏകദേശം 24,507 രൂപയുടെ ഡീസലാണ് ഈ വാഹനത്തിൽ നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് വോൾവോയുടെ 9400 ഐ-ഷിഫ്റ്റ് മൾട്ടി ആക്സൽ വോൾവോ ബസ്സാണ്. ഈ വാഹനത്തെ പറ്റി പറയാനുള്ള മികച്ചൊരു വാഹനം തന്നെയാണ്. ഇത്രയും പവർ എടുത്ത് പോകുന്ന എഞ്ചിനായിട്ടും വാഹനം കയ്യിൽ നിന്ന് വഴുതി പോകുന്ന കൂട്ടോ അങ്ങനെയൊന്നും ഒരു ഫീലിങ്സ് ഇല്ല. മികച്ചൊരു വാഹനമായിട്ട് തന്നെ
എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ സസ്പെൻഷനാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസൽ 2.5 കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ മൈലേജ്. വാഹനത്തിൻ്റെ ഓൺ റോഡ് ഇപ്പോഴത്തെ നിലവിലെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,75,00,000 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വോൾവോയെ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇന്ന് ഈ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനും റിവ്യൂസിനുമായിട്ട് തന്നത് ചോയ്സ് അസൂൾ ട്രാവൽസ് ആണ്. അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദേശീയ കമ്പനിയായ അസൂൾ ട്രാവൽസും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചോയ്സ് ട്രാവൽസും തമ്മിൽ കൊളാബറേറ്റായി ഇന്ത്യയിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന അപ്കമിങ് സർവീസുകളുടെ ലിസ്റ്റ് ഞാൻ ഈ പേജിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രാ സംബന്ധമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ജോഷ മനക്കൽ സൈനിങ് ഓഫ്. താങ്ക് യു.